ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു വീട്ടിലൊരു താമര പോണ്ട് ചെയ്യണം എന്ന്. അങ്ങനെ ഞാനും അമ്മയും കൂടി എന്നാൽ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല മഴയായിരുന്നു. അങ്ങനെ അടുത്തുള്ളൊരു നഴ്സറി പോയിട്ട് ഒരു പ്ലാന്റൊക്കെ വാങ്ങിച്ചു. അമ്മേൻ്റെ മുഖത്തുള്ള സന്തോഷം ഒന്ന് കാണണമായിരുന്നു. ആക്ച്വലി ഞങ്ങൾക്ക് ഈ ലോട്ടസ് ഏത് കളർ ഫ്ലവറാണ് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഫ്ലവറാണ് തരാൻ പോകുന്നത് ഒന്നും അറിയില്ല. ഇതുപോലത്തെ ഒരു പോട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു വെച്ചു. താമര എങ്ങനെയാണ് ഇനി നടുന്നതെന്ന് നോക്കാം. അപ്പോൾ കുറച്ച് സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ താമര നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് താമര നട്ട് നോക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ വാട്ടർ ലില്ലിയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല സക്സസ്ഫുൾ ആയിട്ടാണ് നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. വൈറ്റും അതുപോലെ തന്നെ റോസും 2 കളറായിരുന്നു ഉണ്ടായിരുന്നത്. അത് നന്നായിട്ട് ഫ്ലവറൊക്കെ കിട്ടി. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ലോട്ടസ് നോക്കുന്നത്. ഇതാണ് താമരൻ്റെ പ്ലാന്റ് നമ്മൾ മേടിച്ചത്. നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവിടുന്ന് നഴ്സറിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ പ്ലാന്റ് എങ്ങനെയാണ് നടേണ്ടതെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ബേസിനിലാണ് നടുന്നത്. ഒരു കൈപ്പിടിയിൽ എല്ലുപൊടി ഫസ്റ്റ് ഇട്ട് കൊടുക്കുക ബേസിനിൽ. 10 മണി DAP അത് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ചാണകം ഇട്ട് കൊടുക്കുക. ഏകദേശം ഈ ഒരു അളവിൽ ചാണകം ഇട്ട് കൊടുക്കുക. ഇനി മണ്ണാണ്. നമ്മളെ പറമ്പിലൊക്കെ കിട്ടുന്ന മണ്ണ് തന്നെ മതി. കല്ല് മാക്സിമം എടുത്തു മാറ്റണം. വെറും മണ്ണ് മാത്രം ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ മണ്ണ് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കും. കല്ല് കാണുന്നൊക്കെ അടിയിലോട്ടൊക്കെ ഒരുപാട് കല്ലുണ്ട്. വയലിലെ ചളി കിട്ടുകയാണെങ്കിൽ അത് നല്ലതാട്ടോ. ചളി ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നത് നല്ലതാണ്. നമുക്കിപ്പോൾ ചളിയൊന്നും കയ്യിലില്ല. കിട്ടാൻ ചാൻസ് ഉണ്ടോ? കുറച്ച് ചളിയുണ്ട്. അത് നമ്മൾ വയലിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ കളക്ട് ചെയ്ത ചളി അപ്പോൾ അത് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചളി ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് മിക്സ് ആവില്ല, നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിടക്കും. നമ്മൾ വാങ്ങിയ ഈ പ്ലാന്റ് അതിലേക്ക് കുഴിച്ചിടാൻ പോവാണ്. ഇത് കണ്ടോ, ഇത് കണ്ടിട്ട് ഇതൊരു പഴയ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ട്യൂബ് വരുന്നത്. അപ്പോൾ ഇത് മാത്രമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ആ ചെടി ഇതിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സൈഡിൽ വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് സൈഡിൽ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം പുറത്തേക്ക് വന്നിട്ട് ബാക്കി ഇതിൻ്റെ ട്യൂബൊക്കെ ഈ ചളീൻ്റെ അടിയിൽ വരണം. അങ്ങനെയാണ് ഇത് നടേണ്ടത്. കണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ ട്യൂബാണ്. അല്ല, ഇതൊക്കെ ഇതിൻ്റെ പുറത്ത് കിടക്കേണ്ട സംഭവമാണ്. അപ്പോൾ ഇതൊരു വലിയ പ്ലാന്റ് ആണ്. ഇത് എനിക്കൊന്ന് ഫ്ലവറിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആണിത്.
നമ്മൾ ഇതിൻ്റെ ലീഫൊക്കെ കട്ട് ചെയ്യാണ്. ലീഫൊക്കെ പഴയ ലീഫാണ്. ഫ്ലവർ കഴിഞ്ഞതിനെ കൊണ്ടാണ് ഈ ലീഫൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോയത്. പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം. വാട്ടർ ലില്ലി പോണ്ട്. ഇതിൽ ഒരുപാട് ഗപ്പിയുണ്ട്. ഒരുപാട് ഗപ്പീസ് ഉണ്ട്. നമുക്കതാ ഒരുപാട് ഗപ്പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുള്ളി കളിക്കുന്നു. ഈ ഗപ്പീസിനെ നമുക്ക് ഇതിലേക്ക് മാറ്റാം. ഇങ്ങനെ മീനുകൾ ഇട്ട് കൊടുത്താൽ പിന്നെ ഇതിൽ കൊതുശല്യമൊന്നും ഉണ്ടാവില്ല. ഒരുപാട് ഗപ്പി ഉണ്ട്. അപ്പം ഇത് നമ്മൾ വലിയ പോണ്ട് വറ്റിച്ചപ്പോൾ അമ്മ എടുത്ത് മാറ്റിയതാ. തന്വി അപ്പം തന്വി മീനിനെ പിടിക്കോ? തന്വി മീനിനെ പിടിക്കും. എന്താ വലുതൊക്കെ വലുത് എന്റെ കയ്യിൽ കയറുന്നില്ല. ഒന്നിനെ കിട്ടിയിട്ട് കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇത് നോക്കിയേ, ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ചിറകൊക്കെ ആയിട്ട്. എൻ്റെ ചിറക് കാണാൻ തന്നെ നല്ല രസമുണ്ട്. അയ്യോ വെള്ളം കുറയുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ വെള്ളമില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതിനെ കണ്ടോ, ഇതിനെ ചാടിപ്പോയി. അത് പോയി. ഓ അതെങ്ങനെയൊക്കെ എല്ലാവരും പേടിച്ചിരിക്കുക നമ്മൾ പഠിക്കുമ്പോൾ. തന്വി ഒന്നും താഴെ വീട്ടിയിടായിരുന്നേ. എനിക്ക് വല്ല മീൻ കിട്ടിയില്ല. തന്വി ഇപ്പൊ എക്സ്പേർട്ടായി മീൻ പിടിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, നല്ല ക്യൂട്ട് മീൻ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഇതിൻ്റെ ഇലയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്തായാലും ഇടും. ടാറ്റ, ബൈ ബൈ.